കുറ്റക്കാരാണെങ്കിൽ ആര് തന്നെയായാലും ഉപ്പ് തീർത്തിട്ട് വെള്ളം കുടിക്കും. പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിപ്പോൾ ഓരോ പേരും എടുത്ത് പറയേണ്ട കാര്യമില്ല. LDF-ന് ഇതിനകത്ത് കുറ്റക്കാരെ രക്ഷിക്കേണ്ട ലക്ഷ്യമില്ല. വിശ്വാസികളെയും വിശ്വാസങ്ങളെയും അപവിത്രതയെയും LDF ഉയർത്തിപ്പിടിക്കും. കടകംപള്ളിയുടെ പുതിയ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണ പോറ്റിയെ സന്ദർശിക്കുന്നതടക്കം നിരന്തരം സന്ദർശകനായിരുന്നു കടകംപള്ളി എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേപ്പറ്റി വേറെ ഒന്നും പറയാനില്ല. ആര് തന്നെ ആയാലും തെളിഞ്ഞു കഴിഞ്ഞാൽ, കുറ്റക്കാരാണെങ്കിൽ ആര് തന്നെ ആയാലും ഉപ്പ് തീർത്തിട്ട് വെള്ളം കുടിക്കും. അത്രേ ഉള്ളൂ. ഈ ഫോട്ടോ കുത്തിപ്പൊക്കിയത് ആരാ കുത്തിപ്പൊക്കിയത്? അതുകൊണ്ട് ഇപ്പൊ കൈ കഴുകണ്ട, വെപ്രാളം കാണിക്കണ്ട. സതീശനായാലും ആരായാലും വെപ്രാളം കാണിക്കണ്ട. അവരുടെ ഭാഗത്ത് ഒരുപാട് പേരുടെ ഫോട്ടോ പത്രമൊന്നും അല്ലല്ലോ, എല്ലാം പുറത്തു വരട്ടെ. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒരു പൊതുപരിപാടിയുടെ ഫോട്ടോ അല്ലേ? സോണിയാഗാന്ധിയുടെ ഫോട്ടോ പൊതുപരിപാടിയുടേതാണോ? അല്ലല്ലോ. അപ്പോൾ എല്ലാം ഒരുപോലെയാണെന്ന് പറയുന്നത് ജനങ്ങൾ തിരിച്ചറിയും. ഈ കടകംപള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴേ പാർട്ടിയായാലും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞു, കടകംപള്ളിയായാലും സംരക്ഷിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിപ്പോൾ ഓരോ പേരും എടുത്ത് പറയേണ്ട കാര്യമില്ല. LDF-ന് ഇതിനകത്ത് കുറ്റക്കാരെ രക്ഷിക്കേണ്ട ലക്ഷ്യമില്ല. വിശ്വാസികളെയും വിശ്വാസങ്ങളെയും അപവിത്രതയെയും LDF ഉയർത്തിപ്പിടിക്കും. എല്ലാവരും പറയുന്ന, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും പറയുന്ന ഒരു കാര്യം, അതായത് ഭരണ നേതൃത്വത്തിന്റെ അറിവില്ലാത്തത്. അതായത് ഒരു സമിതിയെ നിയോഗിക്കുന്നത്, ദേവസ്വം ബോർഡിനെ നിയോഗിക്കുന്നത് സർക്കാരാണ് നിയോഗിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികളാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയിലെ മേൽനോട്ടമുണ്ട്. അപ്പൊ ഇവരെ ഒന്നും പ്രതികളാക്കപ്പെടാതെ, അല്ലെങ്കിൽ ഇവരെ ഒന്നും കുറ്റക്കാരാക്കാതെ കേവലം ചില ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം അന്വേഷണം എടുക്കാനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നതെന്നുള്ള ഒരു ആക്ഷേപം പല കേന്ദ്രങ്ങളും ഉന്നയിക്കുന്നു. ആക്ഷേപത്തിന്റെ തൊഴിലില്ലായ്മ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? നിങ്ങൾക്ക് അതിനറിയാലോ. തന്ത്രിയുടെ കാര്യം പറയും. തന്ത്രിക്ക് എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലുള്ളത്? തന്ത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറോ ഒപ്പിടൽ കഴിവോ എന്നല്ല വിഷയം. തന്ത്രി എല്ലാ കാലത്തും ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും വിശ്വാസ പ്രശ്നങ്ങളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം അഭിപ്രായം പറയുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ നിലപാടുണ്ട് ഞങ്ങൾക്ക്. ഈ പറയുന്ന ഇപ്പൊ തന്ത്രി അടക്കമുള്ള ആളുകൾ ജയിലിലാണ്. ഞാൻ പറഞ്ഞില്ല, അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ഒപ്പിടാൻ അവകാശമില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഇതിനകത്ത് പ്രതിയാവുക? അത് അദ്ദേഹം പറയട്ടെ, എനിക്കറിയില്ല. ഈ ദേവസ്വം ബോർഡിന്റെ ഒരു ബെഞ്ചുണ്ടല്ലോ ഹൈക്കോടതിയിൽ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ അവര് നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവര് നിയോഗിക്കുന്ന ആളുകളാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ അവരും ആക്ച്വലി ഇതിനകത്ത് പ്രതികളാക്കപ്പെടാൻ അല്ലേ? ദേവസ്വം ബെഞ്ച് കൃത്യമായി പറഞ്ഞല്ലോ. ഞങ്ങൾക്കിതൊരു വിശ്വാസമാണ്. കൃത്യമായിട്ട് പറഞ്ഞു ദേവസ്വം ബെഞ്ച്. SIT അന്വേഷണം നേരായ വഴിക്ക് പോകുന്നു. അതിനകത്ത് ഒരു ഉൾക്കടയും ആർക്കും വേണ്ട. സത്യങ്ങളെല്ലാം പുറത്തു വരും, കുറ്റക്കാർ പുറത്തു വരാതിരിക്കില്ല എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഖണ്ഡിതമായി പറഞ്ഞിരിക്കെ അതേപ്പറ്റി LDF-ന് ഒരാശങ്കയുമില്ല, വിശ്വാസമാണ്. ചോദ്യം കുറച്ചുകൂടെ ഷാർപ്പാണ്. അതായത് ഈ പരിപാടികൾ അല്ലെങ്കിൽ തട്ടിപ്പുകളെല്ലാം നടക്കുമ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ട് ഒരു ജുഡീഷ്യൽ ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം, അതായത് ജുഡീഷ്യൽ ഓഫീസറുടെ അനുമതിയോടുകൂടി സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടന്നത്. ഈ ജുഡീഷ്യൽ ഓഫീസർമാർ ഈ അന്വേഷണ പരിധിയിലേക്ക് വരുന്നതേയില്ല. അവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലേ? അത് ജുഡീഷ്യറിയെ പറ്റി ഞങ്ങളൊന്നും പറയുന്നില്ല. ജുഡീഷ്യറിയെ പറ്റി പറയേണ്ടത് ആ ബെഞ്ച് തന്നെയാണ്. കോടതിയുടെ ആ നീക്കത്തെ പറ്റി ഞങ്ങൾക്ക് മതിപ്പാണുള്ളത്. ഈ ഒരു ജനാധിപത്യ ഭരണകൂടം ഇരിക്കുമ്പോൾ ഹൈക്കോടതിയെ പോലുള്ള ഒരു സംവിധാനം ദേവസ്വം ബെഞ്ച് അമിതമായിട്ട് ഇടപെടുന്നുള്ള ഒരു ആക്ഷേപം ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ കഥകളെ പറ്റി ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എല്ലാ കാലത്തും ആ ബെഞ്ച് ഉണ്ടായിരുന്നു, ആ സംവിധാനം ഉണ്ടായിരുന്നു, നല്ലതാണത്. അവരൊരു ഓവർ ആക്റ്റീവ് ഇല്ല, അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായമില്ല.